ആയിരത്തിലേറെ വർഷങ്ങളുടെ പഴക്കമുള്ള നമ്മുടെ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്ടെ ഒല്ലൂർ ശിവക്ഷേത്രം. ഗണപതി സമേതനായ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ആനയ്ക്ക് പ്രവേശനമില്ലാത്ത, വെടിക്കെട്ട് നടത്താത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്നൊരു പ്രത്യേകത കൂടി ഒല്ലൂരിനുണ്ട്. ഒല്ലൂരിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ ദൈവമേ കേന്ദ്രാമി. കോഴിക്കോട് പൊറ്റമ്മൽ പാലാഴി റോഡിൽ നഗരമധ്യത്തിലാണ് ഒല്ലൂർ ശിവക്ഷേത്രത്തിന്റെ സ്ഥാനമെങ്കിലും ഗ്രാമീണ ഭംഗി തുളുമ്പുന്നതാണ് ക്ഷേത്രാന്തരീക്ഷം. ഗണപതി സമേതനായ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. 2000-ലേറെ വർഷങ്ങൾക്ക് മുമ്പ് സന്യാസി വര്യന്മാർ പുഴ കടന്നെത്തുകയും ദൈവസാന്നിധ്യം കണ്ടെത്തിയെടുത്ത് ശിവപ്രതിഷ്ഠ നടത്തിയെന്നുമാണ് വിശ്വാസം. ഒരു സന്യാസി ഇവിടെ വന്നു, അവരെ ഇത് പ്രകാരം ഇവിടെ അങ്ങനെ പ്രതിഷ്ഠ നിർവഹിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദേവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഏത് വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ അങ്ങനെയൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അദ്ദേഹം പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ നടത്തിക്കാണ്ട് പിന്നീട് ഇങ്ങോട്ട് നമ്പൂതിരിപ്പാടിൻ്റെ കയ്യിലായതുകൊണ്ട് ഇതിപ്പോൾ ആർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ അത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു നാട്ടുകാർ. അത് പിന്നീട് ഇവിടെ കുറേ സ്വത്തുക്കളുണ്ട്. ക്ഷേത്രം വക, ഒല്ലൂർ ദേവസ്വം വക. ശിവൻ ക്ഷിപ്രകോപിയാണെങ്കിലും ഒല്ലൂരിൽ ജ്ഞാനിയും മൗനിയുമായ ദക്ഷിണാമൂർത്തി സങ്കല്പമാണ്. ഒക്കത്ത് ഗണപതി സങ്കല്പമാണ് ക്ഷേത്രത്തിലേത്. ശിവന് തുല്യമായി ഗണപതിക്കും പ്രത്യേകം പൂജകളുണ്ട്. ഇത് ഏകദേശം പറയപ്പെടുന്ന 2000 വർഷങ്ങൾക്കും ഓളം പഴക്കമുണ്ടെന്നാണ്. പിന്നെ ഇത് കാലാകാലങ്ങൾ പൊതുജനങ്ങളുടെയും അതത് വരുന്ന ട്രസ്റ്റി ബോർഡിൻ്റെയും പരിശ്രമം കൊണ്ട് ജീർണോദ്ധാരണ പ്രവൃത്തി കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മളിനി ഒരു ഗോപുരം വരാനുണ്ട്. നമ്മൾ ഈ വർഷം നമ്മൾ ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർത്തിട്ടുണ്ട്. പാർവതി സങ്കല്പമുണ്ടെങ്കിലും വിഗ്രഹമില്ല. ക്ഷേത്രത്തിനുള്ളിൽ ആനയെ എഴുന്നള്ളിക്കാനോ വെടിക്കെട്ട് നടത്താനോ പാടില്ല. ഇവിടെ ധ്യാനത്തിലിരിക്കുന്ന ശിവനാണ്. അപ്പം ഇവിടെ വെടിക്കെട്ടുകൾ പാടില്ല. ഉത്സവത്തിന് ആന പറ്റില്ല. ഇതാണ്. അതേപോലെ ഗണപതി ഒക്കത്ത് ഗണപതിയാണ്. അത് ശക്തമായ ഗണപതിയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഉപദേവന്മാരായ അയ്യപ്പന് മേൽക്കൂര പറ്റില്ല. അതിന് അവിടെ മേൽക്കൂര ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. പ്രധാന ചുറ്റുമതിലിന് പുറത്ത് അയ്യപ്പനും നാഗങ്ങൾക്കും പ്രതിഷ്ഠകളുണ്ട്. അയ്യപ്പനൊപ്പം വേട്ടക്കുരുമകൻ വിഗ്രഹവും ഒല്ലൂരിൽ കാണാം. മറ്റു ക്ഷേത്രങ്ങളിലേതിൽ നിന്ന് വ്യത്യസ്തമായി അയ്യപ്പ ശ്രീകോവിലിന് മേൽക്കൂരയില്ല എന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം അടുത്ത കാലത്താണ് നവീകരിച്ചത്. ശിവരാത്രിയും വിനായക ചതുർത്ഥിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. ഓരോ ഉത്സവ ദിനത്തിലും ആയിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്താറ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.